ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ സമീപത്തേക്ക് ഇത് ചോദിക്കാൻ പോവാഞ്ഞതെന്തേ? സഹോദരാ, ചിന്തിക്കൂ. വാശിയും അതുപോലെ തന്നെ മറ്റുള്ള മുൻവിധിയും മാറ്റിവെച്ചിട്ട് ആലോചിക്കൂ. മുത്ത് മുസ്തഫയെ സംബന്ധിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്താ വിശ്വസിച്ചത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ വിശ്വസിച്ചത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്താ വിശ്വസിച്ചത്? ഫാത്തിമ ബീവി എന്താ വിശ്വസിച്ചത്? ഖദീജ ബീവി എന്താ വിശ്വസിച്ചത്? ആയിഷ ബീവി എന്താ വിശ്വസിച്ചത്? സ്വഹാബത്ത് ഒന്നടങ്കം എന്താ വിശ്വസിച്ചത്? അവിടുന്ന് വഫാത്തായി. ഇനി നമ്മുടെ ചോദ്യത്തിന് ഇങ്ങോട്ട് പ്രതികരിക്കുന്ന ഏർപ്പാടില്ല. അവിടുന്ന് വഫാത്തായിട്ടുണ്ട്. ഇനി നമ്മോട് സംസാരിക്കുന്നതല്ല, ഇനി നമ്മുടെ നേരെ ചൂണ്ടുന്നതല്ല. അത് സഹാബിമാർക്ക് നന്നായി ബോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ തർക്കം വന്നപ്പോ അവരാരും പോയില്ല. പോയിട്ട് അങ്ങനെ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവർ പോകും, തീർച്ചയാണ് പോകുമെന്ന് മാത്രമല്ല, ഇന്ന് ചില ആളുകൾ വിശ്വസിക്കും പോലെയാണെങ്കിൽ മുത്ത് മുസ്തഫ കയ്യും ഉയർത്തും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്ന ഭാഗത്തേക്ക് റസൂലുള്ളാഹി കിടക്കുന്നിടത്ത് നിന്ന് ആ ചൂണ്ടുവിരൽ അങ്ങ് ഉയർത്തിയിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ അങ്ങ് ചൂണ്ടുമായിരുന്നു. തർക്കം തീർന്നില്ലേ? അങ്ങനെ ഉണ്ടായോ? ഇല്ല. എന്തേ കാരണം? സഹാബത്തിനറിയാം. അതേ അവസരത്തിൽ നമ്മുടെ ചില ആളുകൾ പറയുന്നത് എന്താണ്? മഹാനായ അഹ്മദുൽ കബീർ റിഫായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരും വഫാത്തായിട്ട്, താബീങ്ങളും താബീങ്ങളും ഒക്കെ വഫാത്തായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച അഹ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന ഒരാള് അതാ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖബറടക്കിയിട്ടുള്ള ആ ഖബറിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് രണ്ടുവരി പദ്യം ചൊല്ലുന്നു. ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ ഓ നബിയേ, എല്ലാ കൊല്ലവും അങ്ങയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ റൂഹിനെയാണ് പറഞ്ഞേക്കാറുള്ളത്. ഇന്നിതാ ഇന്നത്തെ ദിവസം അങ്ങയുടെ ഖബറിന്റെ മുമ്പേ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇതാ അഹ്മദുൽ കബീർ തടിയോടുകൂടി ശരീരത്തോടുകൂടി റൂഹോടുകൂടി ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു നബിയേ. അതുകൊണ്ട് അങ്ങയോട് എനിക്കൊരപേക്ഷ പറയാനുണ്ട്. ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി, അങ്ങയുടെ ഇരു കൈകളൊന്ന് ഉയർത്തി നീട്ടിത്തരണേ, എന്റെ ചുണ്ടുകൾ കൊണ്ട് ഞാനൊന്ന് മുത്തം വെക്കട്ടെ. അഹ്മദുൽ കബീർ റിഫായി രണ്ടുവരി പദ്യം അങ്ങ് ചൊല്ലിയപ്പോ എന്താ ഉണ്ടായിരുന്ന പറയുന്നത് മൗലിദുകാരൻ റിഫായി മൗലിദിൽ എന്താ പറയുന്നത്? ഈ രണ്ടുവരി പദ്യം അങ്ങ് കേട്ടപ്പോ അതാ മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇരു കരങ്ങളും ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇട്ടുകൊടുത്തു. അഹ്മദുൽ കബീർ റിഫായി വന്ന് മുത്തിമണത്തു, കയ്യങ്ങ് ഉള്ളിലോട്ട് വലിച്ചു. വേറെ ചില റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യെ മാത്രമല്ല, ഖബറങ്ങ് പൊട്ടിപ്പിളർന്നിട്ട് മുത്ത് മുസ്തഫ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് മോനെ, ഓ അഹമ്മദേ എന്നും പറഞ്ഞിട്ട് അഹ്മദുൽ കബീറിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു, ഖബറിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വീട്ടിൽ വലിയ ബക്രിയോടുകൂടി പാരായണം ചെയ്യുന്ന ഈ പലവക കിതാബുകളിൽ, ഈ മൗലിദിന്റെ ഏടുകളിൽ, റിഫായി മൗലിദ് എന്ന് പറയുന്ന മൗലിദിൽ ഞാൻ ഈ പറഞ്ഞ സംഭവമില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരത്തിൽ കയ്യങ്ങ് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നും, അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റൊരു കൃതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നൊക്കെ പറയുമ്പോ ഈ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ഉമ്മമാർക്ക് ഭാഗ്യം കിട്ടിയില്ല അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യം കിട്ടിയില്ല അല്ലേ? ഫാത്തിമ ബീവിക്ക് ഭാഗ്യം കിട്ടിയില്ല
കിട്ടിയിട്ടില്ല അല്ലേ? സ്വഹാബിമാരിൽ ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അതാ ഈ അഹ്മദുൽ കബീർ റിഫായിക്ക് കിട്ടി എന്ന് വിശ്വസിച്ച് അത് പാടിപ്പറഞ്ഞ് അതിന്റെ പേരിൽ ഭക്ഷണവും ഉണ്ടാക്കിയിട്ട് അതൊരു വലിയ കാര്യമായി ചെയ്യുമ്പോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരി സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ റസൂലിനെ സംബന്ധിച്ച് സ്വഹാബത്ത് അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഉമ്മ എത്ര കൊല്ലം കഴിച്ചുകൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിടത്തിന്റെ സമീപത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കേവലം 18 വയസ്സേ പ്രായമുള്ളൂ എന്ന് ഓർക്കണം. 18 വയസ്സിൽ നമ്മുടെ ഉമ്മയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഉമ്മയുടെ വീട്ടിൽ താമസത്തിനിരിക്കുന്ന അവസരത്തിലാണ് മുത്ത് മുസ്തഫ വഫാത്തായത്. ആ വീട്ടിലാണ് അവിടുത്തെ ഖബറുള്ളത്. ആ വീട്ടിൽ തന്നെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ബാക്കി കാലം കഴിച്ചു കൂട്ടുന്നത്. ഒരു മറക്കപ്പുറത്ത് പുന്നാര നേതാവിന്റെ ഖബർ എവിടെയുണ്ട്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന്റെ ഇടക്ക് ഒരിക്കലെങ്കിലും പുന്നാര നേതാവൊന്ന് കൈപുറത്തേക്ക് ഇട്ടുവോ? അവിടുന്ന് സന്ദർശനത്തിനെത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഫാത്തിമ ബീവി, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ എത്രയാണ് വിഷമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന അവസരത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എന്തോ അവിടുന്ന് പറയുന്നുണ്ട്. എന്താണ് അവിടുന്ന് പറയുന്നത് എന്ന് മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാത് വെച്ച് കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് മരണത്തിന്റെ അവസരത്തിൽ ഒരിക്കൽ ഒരു സ്വകാര്യം പറയുന്നു. എന്താ സ്വകാര്യം പറഞ്ഞിരുന്നറിയോ? ആദ്യത്തെ സ്വകാര്യം കേട്ടിട്ട് ഫാത്തിമ ബീവി തലയങ്ങുയർത്തിയിട്ട് പൊട്ടിക്കരയുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഫാത്തിമ ബീവിയുടെ തല തന്നിലേക്ക് ചേർത്ത് പിടിച്ചു മകളോട് രണ്ടാമത്തെ സ്വകാര്യം പറയുന്നു. രണ്ടാമത്തെ സ്വകാര്യം കേട്ടപ്പോ ഫാത്തിമ ബീവി ചിരിക്കുന്നു. ഈ അവസരത്തിൽ കൂടി നിന്നവർക്ക് കാര്യം മനസ്സിലായില്ല. എന്തേ നിങ്ങൾ ആദ്യം കരഞ്ഞത്? എന്തേ മുത്ത മുസ്തഫ ആദ്യം സ്വകാര്യം പറഞ്ഞപ്പോ കരഞ്ഞത്? പിന്നെ എന്തേ നിങ്ങൾ ചിരിച്ചത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വിശദീകരിക്കുന്നു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത് എന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു, ഞാൻ വിട പറയാൻ അടുത്തിരിക്കുന്നു മോളെ. അത് കേട്ടപ്പോഴാ ഞാൻ കരഞ്ഞു പോയത്. പിന്നെ എന്നോട് എന്റെ ഉപ്പയോട് ചേർത്ത് നിർത്തിയിട്ട് രണ്ടാമത് പറഞ്ഞത് മോള് വിഷമിക്കണ്ട, എന്നോട് ആദ്യമായി എന്റെ കൂടെ ചേരുന്നത് മോളെ നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചുപോയി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 6 മാസത്തെ ഇടവേള കഴിഞ്ഞില്ല, ഫാത്തിമ ബീവിയും വഫാത്തായി പോയി. ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരളിന്റെ കഷ്ണമെന്ന് മുത്ത് മുസ്തഫ വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി പ്രവാചക വിയോഗത്തിൽ എത്രയാണ് ദുഃഖിച്ചത്, ബാപ്പയുടെ വിയോഗത്തിൽ എത്രയാണ് ദുഃഖിച്ചത്, സഹാബത്ത് എത്രയാണ് ദുഃഖിച്ചത്, എത്രയാണ് അവരുടെ സങ്കടം. പുന്നാര നേതാവ് വഫാത്തായി പോയല്ലോ. അത്രമാത്രം സ്നേഹനിധികളായിരുന്ന സഹാബത്ത്, മകള്, അതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാർ, അവിടുത്തെ ഭാര്യമാര്, അവരാരും തന്നെ ഒരിക്കലെങ്കിലും മുത്ത് മുസ്തഫയുടെ കബറിടത്തിൽ ചെന്നപ്പോ റസൂലുള്ള കൈ നീട്ടി കൊടുത്തിട്ടില്ല, അവർക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. അതേ അവസരത്തിൽ എന്താണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ ജീവിതത്തിലാണ്, സ്വർഗീയാനന്ദത്തിലാണ്, വലിയ പ്രത്യേകമായ പദവിയിൽ അവിടുന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ്. അതേ അവസരത്തിൽ ഈ ദുനിയാവിലേക്ക്, ഇനി ഖിയാമത്ത് നാളിലേക്ക് ഖബർ പൊട്ടി പിളർന്നുകൊണ്ട് അവിടുന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നതല്ലാതെ ഇനി അതിന്റെ മുമ്പായി ഈ ജനങ്ങൾക്കിടയിലേക്ക് മുത്ത മുസ്തഫ ഇറങ്ങി വന്നിട്ടില്ല, ഇനി ഇറങ്ങി വരികയുമില്ല. മറിച്ച് നാളെ മഹ്ശറിലേക്ക് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ആദ്യമായി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണ് പൊട്ടി പിളർന്നുകൊണ്ട് ആദ്യമായി മഹ്ശറിലേക്ക് പോകുന്ന വ്യക്തി ഞാനായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവര് പറയുന്ന ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇറങ്ങി വന്നിട്ടില്ല. അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? അതാണ് സഹാബിമാര് മനസ്സിലാക്കിയത്.
സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾ പറയുന്നു റിഫായി ശൈഖിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, കൈ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ ഇവരുടെ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി